ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുൻപേ എന്ന പരമ്പരയുടെ നാളത്തെ നല്ല അടിപൊളി വിശേഷം ഒന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അതെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരുന്നു. കാരണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ അല്ലെങ്കിൽ റിപ്പീറ്റേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നിങ്ങളുടെ ഒരു അഭിപ്രായവും കമൻറ്റും കേട്ടാലേ നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ നമ്മൾ ഇന്ന് 6 മണിക്ക് നമ്മുടെ സാന്ത്വനം 2 കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നാളത്തെ വിശേഷം. അപ്പോൾ നമുക്ക് മഴതോരും മുൻപേടെ നാളത്തെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് കേട്ടോ. കാരണം തൻ്റെ അനുജനും അനിയത്തിമാരും തൻ്റെ അച്ഛനും മനുവേട്ടനും മുത്തശ്ശിയും അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയും ശരണ്യക്കുട്ടിയും ഒക്കെ എല്ലാവരെയും മനസ്സിലിങ്ങനെ വരെയാണ്. എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു ഒറ്റപ്പെടൽ. കാരണം വല്ലാത്തൊരു പട്ടാളച്ചിട്ടയാണ്. എന്തിനും ഏതിനും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എത്ര നാൾ താനിവിടെ നിൽക്കും എന്നുള്ളത് പോലും അലീനയ്ക്ക് അറിയില്ല കേട്ടോ. അലീന അങ്ങനെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ മനുശങ്കറിൻ്റെ വിളി ഫോണിലോട്ട്. അപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമാവേണ്. കാരണം മനു എന്ന് പറയുന്നത് അന്നും ഇന്നും അലീനയുടെ ഒരു എന്താ പറയണ ഒരു പ്രത്യേക ഒരു സമാധാനമാണ് മനു എന്ന് പറയണത്. മനു അടുത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ മനുവിൻ്റെ ഒരു ഫോൺ കോളോ മനുവിൻ്റെ കൂടെ ഒരു അല്പം സംസാരിച്ചാലോ ഒക്കെ അലീനയ്ക്ക് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ മനു വിളിക്കണം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഓ താൻ ഇവിടെ നിന്ന് പോയ പിന്നെ ഞങ്ങളെയൊക്കെ മറന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അലീന പറഞ്ഞു, ആണോ, അങ്ങനെ എന്തേ പറഞ്ഞ മനുവേട്ടാ, അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കാനുണ്ടോ. അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, മനുവേട്ടന് സുഖമാണോ? എനിക്ക് സുഖമൊക്കെ തന്നെ. തിരിച്ച് മനു ചോദിക്കുന്നുണ്ട്, അലീന നിനക്ക് സുഖമാണോ, നിനക്ക് ഇഷ്ടമായോ അവിടെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അലീന പറഞ്ഞു, കുഴപ്പമില്ല, മൊത്തത്തിലൊരു പട്ടാള ചിട്ട മനുവേട്ടാ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനുവേട്ടൻ അറിയാം അല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു അങ്ങനെ. അപ്പം അലീന പറഞ്ഞു, കണ്ടോ മനുവേട്ടൻ അറിയാം, അതാ മനുവേട്ടൻ ഒന്ന് പതറണത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, അങ്കിൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വ്യക്തമായിട്ടല്ലെങ്കിലും ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ നിന്നോട് ഇപ്പോൾ പറയണ്ട, അത് അങ്കിൾ തന്നെ പറയും എന്നുള്ളതായിരുന്നു അങ്കിളിൻ്റെ നിലപാട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അലീന പറഞ്ഞു, എന്നാലും മനുവേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസമായിരുന്നത്. പക്ഷേ അതുകൊണ്ടല്ല അലീന, മനു പറയാണ്. കാര്യം വേറൊന്നുമല്ല, അങ്കിൾ ആ ഒരു കാര്യം അത്രയും ആ ഒരു രീതിയിൽ അത്രയും റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യുകയാണ്. കാരണം എന്നെ കൂടെ ഒന്ന് കൊണ്ടാക്കാനായിട്ട് പോലും അങ്കിൾ വിളിച്ചില്ല. കാര്യം ഒരു അച്ഛൻ എന്ന രീതിയിൽ ആ ഒരു സ്ഥാനം നൽകിക്കൊണ്ടാണ് നിന്നെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചത്. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ വന്ന അതുപോലെ തന്നെയാണ് എല്ലാം ചെയ്തത്. പക്ഷേ മനുവേട്ടാ എന്തോ വല്ലാത്തൊരു ഒറ്റപ്പെടൽ എനിക്ക് തോന്നുന്നു. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അവിടെ മറ്റാരൊക്കെയുണ്ട്? ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛനും പിന്നെ കുറച്ച് പണിക്കാരും. നിനക്കവിടെ എന്താ പണി? എനിക്ക് പണിയാം തിന്നുക, ഉറങ്ങുക, ടി വി കാണുക, കുറേ നേരം മൊബൈലിൽ കളിക്കുക, അതൊക്കെ തന്നെ. നിനക്ക് അവിടെ ഇഷ്ടക്കുറവിനായിട്ട് പിന്നെ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, ഇഷ്ടക്കുറവെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല മനുവേട്ടാ, പെട്ടെന്ന് അവരെയൊക്കെ വിട്ട് വന്നതിൻ്റെയും മനുവേട്ടനെയും ഒക്കെ വിട്ട് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ അപ്പോൾ പെണ്ണുങ്ങളാരും ഇല്ലയെന്ന് ചോദിക്കണം. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അതെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യം ഉണ്ടെങ്കിൽ നീ അപ്പം തന്നെ എന്നെ വിളിക്കണം അത് എന്ന് പറയണം. അപ്പോൾ പറഞ്ഞു, ഇപ്പം എന്തായാലും കുഴപ്പമില്ല, എന്തായാലും എൻ്റെ അച്ഛൻ എന്നെ സേഫായിട്ടുള്ളൊരു സ്ഥലത്തല്ലേ ആക്കുള്ളൂ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എങ്ങനെയാണ് ആൾ? അപ്പം പറഞ്ഞ് കുറച്ച് റൂളും ചട്ടങ്ങളൊക്കെയാണ്, പട്ടാളക്കാർ ആ ഒരു കേണലല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും എല്ലാത്തിനും റൂളാണ് പപ്പയ്ക്ക് എന്ന് പറയുന്നത്. ഓ, നീ പപ്പയെന്നാണോ വിളിക്കുന്നത്? അതെ, എനിക്ക് അച്ഛാന്ന് വിളിക്കാൻ എൻ്റെ നെടുമ്പുറയ്ക്കൽ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചതും എൻ്റെ അച്ഛനല്ലേ മനുവേട്ടാ. അപ്പോൾ പപ്പാന്ന് ഞാൻ ഈ പപ്പേനെ തന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. എന്നിട്ട് മനു ചോദിക്കുകയാണ്, അതെ ആളെങ്ങനെയുണ്ട്, നിൻ്റെ അടുത്ത് എങ്ങനെയാണ്? അപ്പോൾ അലീന പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സ്നേഹമൊക്കെയാണ്, പക്ഷേ ഉള്ളിൽ ആണ് കൂടുതൽ സ്നേഹം, പുറത്തധികം പ്രകടിപ്പിക്കുന്ന ഒരു ടൈപ്പ് അല്ലാന്ന് തോന്നുന്നു മനുവേട്ടാന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കുറച്ച് മുന്നേ നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ മദ്യപിക്കാറുണ്ട്, ഒരു പട്ടാളക്കാരനായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം മനുവിന് പെട്ടെന്ന് അതൊക്കെ കേട്ടപ്പോൾ എന്തോ പോലെ ഒരു അസൗകര്യം തോന്നി കേട്ടോ. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും
എപ്പോഴെങ്കിലും എന്നെ നീ വിളിക്കണം എന്നിങ്ങനെ മനു പറയണേ. ആയിക്കോട്ടെ മനുവേട്ട, എന്തായാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം കൊണ്ടും സേഫാണ് എന്നൊക്കെ ഇങ്ങനെ അലീന പറയണേ. അപ്പം മനുവിൻ്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, അതെ അവിടെ പോയിട്ട് നെടുമ്പുറക്കൽ വീട്ടിൽ പോയിട്ട് എന്തായി, കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണോ, അവർക്ക് വിഷമം ഉണ്ടായിരുന്നോ മനുവേട്ട? പറയാനുണ്ടോ, രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ വാടി തളർന്ന് ഭയങ്കര ഡള്ളായിട്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇടയ്ക്ക് ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കാനായിട്ട് നിർബന്ധിപ്പിച്ചൊക്കെ കഴിച്ചു. അവർക്ക് താൻ പോയത് ഭയങ്കര വിഷമമാണോ, എന്താണെന്നറിയില്ല, പിള്ളേരാകെ തളർന്നു കുത്തിപ്പോയി. പിന്നെ മേഡത്തെക്കുറിച്ച് പറയണോ, അത് പറയാനാണെങ്കിൽ 100 കാര്യങ്ങളുണ്ട്. നിൻ്റെ അങ്കിളിൻ്റെ ലാപ്ടോപ്പ് ചെന്ന് തപ്പി നിനക്ക് എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ മേടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, അങ്കിൾ ഇങ്ങ് എത്തുമ്പോഴേക്കും മിക്കവാറും അതിനെ ചൊല്ലി ഇന്നൊരു ആദ്യത്തെ വഴക്ക് തന്നെ അതായിരിക്കും. ലക്ഷങ്ങൾ മുടക്കാൻ മാത്രം ബാലചന്ദ്രനും അവളും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അയ്യോ അത് മിക്കവാറും പണിയാവുമല്ലോ മനുവേട്ട. അച്ഛൻ വന്നു കഴിയുമ്പോഴേക്കും എന്തായാലും അച്ഛനെ നാളെ രാവിലെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. പോയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് അവർ നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം മനുവേട്ട. ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞ് അടുത്ത വഴക്കുണ്ടാവുമോ എന്തോ അറിയില്ല. അപ്പം മനു പറഞ്ഞു, എന്തായാലും ആൻറ്റിയുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ ഇനി ദൈവം തമ്പുരാൻ വന്നിരുന്നാലും പറ്റത്തില്ല. അറിയാലോ നിനക്ക് നിൻ്റെ അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച്, നീ കാണാത്തതല്ലല്ലോ എന്നൊക്കെ മനു പറയണം കേട്ടോ. അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് മനു പറഞ്ഞു, അതെ നീ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ? അതെ നിങ്ങളെയൊക്കെ കാണാൻ സത്യമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നുക മനുവേട്ടാ, പക്ഷേ ഇപ്പോഴും വന്നേ ഇല്ലേ ഉള്ളൂ. അതെ നീ ഇങ്ങോട്ട് അടുത്ത ആഴ്ച വരാവോ? അയ്യോ ഇപ്പോൾ വന്ന് കയറുന്നുമ്പോൾ എങ്ങനെ മനുവേട്ടാ വരുന്നത്? അതെ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരും കേട്ടോ. അയ്യോ വേണ്ട കേട്ടോ, ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ വരാം നോക്കട്ടെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ അലീന മനുവായിട്ട് കുറച്ചും കൂടെ സംസാരിച്ചിട്ട് ഫോണൊക്കെ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അലീന ഒറ്റയ്ക്ക് ഇങ്ങനെ ആ റൂമിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആൻ്റപ്പം വരെയാണ്. ആൻ്റപ്പം വന്നിട്ട് പറയും, മോളെ കേണൽ സാബ് വിളിക്കുന്നുണ്ടെന്ന് പറയും. എന്നെയോ? അപ്പോൾ പറയാം അതേന്ന് പറയും. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അലീന ചെന്നിട്ട് ചോദിക്കും, പപ്പ എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അതെ ഞാൻ വിളിച്ചായിരുന്നു, നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഒരു നിമിഷം ചിന്തിച്ചിട്ട് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അപ്പം അലീന ചോദിച്ചു, ഇതെന്താ ഇപ്പം സംസാരിക്കാനുള്ള ടൈമാണോ എന്ന് ചോദിച്ചു. അത് എന്തോ ഒരു അടിയേറ്റ പോലെ ആയിപ്പോയി. കാരണം ഫുഡ് കഴിക്കാൻ ഒരു ടൈം, ഇനിയിപ്പോൾ സംസാരിക്കാനും ചിലപ്പോൾ ഒരു ടൈം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് അലീന അങ്ങനെ ചോദിച്ചത്. പക്ഷെ നമ്മുടെ സ്റ്റാൻലിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അലീനയുടെ ഫോൺ അവിടെ ബെല്ലടിക്കുകയാണ്. നോക്കുമ്പോൾ അലീന എടുത്ത് നോക്കണം. അപ്പോഴേക്കും നമ്മുടെ രോഹിത. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അലീന അപ്പം തന്നെ ആ കോൾ എടുക്കണം. അലീന ചേച്ചി ഞാനാ രോഹിത എന്ന് പറയുന്നു. എടാ മോനെ നീ എന്തെടുക്കുക? അലീന ചോദിക്കാനോ. അലീനയ്ക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവരുടെ കോളൊക്കെ കേട്ടപ്പോൾ കണ്ടപ്പോൾ രോഹിത്തിൻ്റെ. അപ്പോഴേക്കും അലീന ചോദിച്ചു, മോനെ എന്തൊക്കെയുണ്ടാ വിശേഷം? ഇവിടെ നല്ല വിശേഷം. അലീന ചേച്ചി പോയിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര സങ്കടമാണ്. അതെ അലീന ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടോ? അച്ഛൻ അവിടെ തന്നെ റൂം എടുത്ത് നിൽക്കുകയില്ലേ, അലീന ചേച്ചി ഇങ്ങോട്ട് പോരുന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് പറയുക. അതെ ഞാനിപ്പോൾ വന്നേല്ലടാ, ഒരു ജോലിക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെ പെട്ടെന്ന് വരുന്നത്? ആ സമയത്ത് നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടെ രോഹിത്തിൻ്റെ അടുത്തോട്ട് വരുന്നു കേട്ടോ. അപ്പം രോഹിത്ത് സംസാരിക്കുന്ന ശ്രദ്ധിച്ചപ്പോൾ അത് അലീനയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ ചെന്നിട്ട്, അതെ എനിക്ക് തന്നെ ബബിതയും വിട്ടുകൊടുക്കോ, എനിക്ക് തന്നെ അലീന ചേച്ചിയുടെ അടുത്ത് ഞാൻ സംസാരിക്കട്ടെ. അപ്പോഴേക്ക് രോഹിത്ത് പറഞ്ഞതേ അടി ഉണ്ടാക്കല്ലേ, ഓരോരുത്തരായിട്ട് സംസാരിക്കും, ആദ്യം ഞാൻ സംസാരിക്കട്ടെ, ഫസ്റ്റ് സീനിയോറിറ്റി എനിക്കല്ലേ. അപ്പോഴേക്കും അലീന ഫോണിൽ കൂടെ ചിരിക്കുകയാണ്, 3 എണ്ണത്തിൻ്റെയും കൂടെ കുസൃതി കണ്ടിട്ട്. അങ്ങനെ ഒടുവിൽ അലീന ഓരോരുത്തരുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും രോഹിത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അവിടെ ആരൊക്കെയുണ്ട് അലീന ചേച്ചി? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഞാനും മുതലാളിയും കുറച്ച് പണിക്കാരും. അപ്പോൾ പെണ്ണുങ്ങളാരും ഇല്ലേ? അപ്പോൾ പറഞ്ഞു, ലേഡീസ് ആരും ഇല്ല. അവിടെ എങ്ങനെയുണ്ട് അലീന ചേച്ചിക്ക്? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലടാ മോനെ. അപ്പോൾ അലീന ചേച്ചിക്ക് എന്താ അവിടെ പണിയെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം അലീന പറഞ്ഞു, അതെ ഒരു കമ്പനിയിലെ സൂപ്പർവൈസറാ. ഓ നല്ല പണിയാണല്ലേ, അപ്പോൾ എന്തായാലും അടുക്കള പണിയൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കേണ്ട. അത് കഴിഞ്ഞ് അടുത്ത ബബിത മേടിച്ചിട്ട് ഫോണും കൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാൻ കേട്ടോ. വേറൊന്നുമല്ല, ബബിതയ്ക്ക് കുറച്ച് സെൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അലീന ചോദിക്കുന്നത്, എടി
മോളെ നീ എന്തെടുക്കുക, സുഖമാണോ, നീ എന്താ ഫുഡൊക്കെ കഴിച്ചോ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് അലീന കുറച്ച് കാര്യങ്ങളൊക്കെ ബബിതയോട് പറയുന്നുണ്ട്. ബബിതയുടെ കണ്ണൊക്കെ നിറയുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ബബിത അവരുടെ അടുത്ത് നിന്ന് മാറി നിന്നത്. കാരണം അലീനയായിട്ട് സംസാരിക്കുമ്പോൾ ബബിതയുടെ കണ്ണൊക്കെ നിറയും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങളത് ഹാൻഡിൽ ചെയ്തോണം, ആരെ സൈഡും നിൽക്കണ്ട. ആ രീതിയിലൊക്കെ അലീന ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ്റെ മരുന്നിൻ്റെ കാര്യം, ഫുഡ് കാര്യങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ബബിതയുടെ അടുത്ത് പറയണം. ബബിതയുടെ കണ്ണുകളൊക്കെ നിറയണ്. അലീന ചേച്ചിക്ക് സുഖമാണോ? എനിക്ക് സുഖമാടി മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതെ, അവിടെ ഇഷ്ടമായോ? കുഴപ്പമില്ല, വന്നതല്ലേ ഉള്ളൂ, പൊരുത്തപ്പെട്ട് പോവുമായിരിക്കും എന്നിങ്ങനെ അലീന പറയണേ. അത് കഴിഞ്ഞ് അടുത്ത കൃഷ്ണമോളാണ് കേട്ടോ. കൃഷ്ണമോൾ ഫോൺ എടുത്തപ്പം രോഹിതും ബബിതയും കൂടെ, അതെ നീ ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിച്ചാൽ മതി. അയ്യടാ, നിങ്ങളാരും ഫോൺ എടുത്തപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ പ്രത്യേകതയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രോഹിത് ഞെടി, ഒന്ന് ഇടടി, അലീന ചേച്ചിയുടെ സൗണ്ട് കേൾക്കാനാന്ന് പറയും. അങ്ങനെ കൃഷ്ണമോള് ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുന്നത്. അലീന ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ? അതെ, എങ്ങനെയുണ്ട്, റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണോ, ജോലിയൊക്കെ നല്ലതാണോ? അങ്ങനെ 100 കാര്യങ്ങൾ നമ്മുടെ കൃഷ്ണമോളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ മറുപടി പറയണം കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മൊത്തം 3 പേരെടുത്ത് സംസാരിച്ച് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ തൻ്റെ അനിയൻ്റെ അടുത്തും അനിയത്തിമാരുടെ അടുത്തും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മാറി. അപ്പം നാളെ എന്തായാലും ബാലേന്ദ്രൻ വരുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞുമായിരുന്നു. അപ്പം അതൊക്കെ കേട്ട് കുറേ നേരം സംസാരിച്ചിട്ട് അലീന ഫോൺ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അലീനയ്ക്ക് എന്തോ ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് മനുവിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടായിരിക്കും മനസ്സിന് എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു എന്തോ ഒരു ബുദ്ധിമുട്ട്. കാരണം അവരെയൊക്കെ വിട്ട് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അലീന കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് അലീന ഫ്രഷായി നേരെ കിച്ചണിലോട്ടൊക്കെ ചെല്ലണം. കിച്ചണിൽ ചെന്നപ്പോഴത്തേക്ക് അലീന നോക്കണം കേട്ടോ. ഒരു പച്ചക്കറി കടയിൽ എന്തോരം പച്ചക്കറികളുണ്ടോ അമ്മാതിരി പച്ചക്കറികൾ കൂട്ടിയിട്ടേക്കുക. ഇതെന്തിനാ ഇമ്മാതിരി പച്ചക്കറി? അലീന അതിശയത്തോടെ ചോദിക്കണം. അതിൽ കുറേയൊക്കെ വേസ്റ്റാക്കി ചീഞ്ഞളിഞ്ഞ് അങ്ങനെ കളയണു. കാരണം കുറേ വേസ്റ്റായിട്ട് പോവാണ്. അലീനയ്ക്ക് അത് കണ്ടിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലീനയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഇങ്ങനെ ഫുഡ് വേസ്റ്റാക്കി കളയുന്ന കാരണം സ്റ്റാൻലി ഒന്നും കിച്ചണിലോട്ട് കയറിയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പൗലോസും കാര്യങ്ങളൊക്കെ ആണല്ലോ, അവരൊക്കെയാണല്ലോ, എൻ്റെ അപ്പനും പൗലോസൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പപ്പ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ ഇങ്ങനെ ഫുഡ് വേസ്റ്റാക്കി കളയണ കണ്ടപ്പോൾ അലീനയ്ക്ക് അത് എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടോ. അങ്ങനെ പൗലോസ് വരെയാണ്. അപ്പോൾ പൗലോസിൻ്റെ അടുത്ത് ചോദിച്ചു, അതെ പൗലോസേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അയ്യോ മോളൊന്നും ചെയ്യണ്ട, ഇവിടുത്തെ പണിയൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ ചുമ്മാ ഇരുന്ന് ശീലമൊന്നും പതിവില്ല പൗലോസേട്ടാന്ന് പറഞ്ഞു. അയ്യോ മോളെ എങ്ങാനും കിച്ചണിൽ കയറ്റി എന്തെങ്കിലും ചെയ്യിപ്പിച്ചെന്ന് അറിഞ്ഞാണ്ടല്ലോ കേണൽ സാബ് നമ്മുടെ പണി കളയും, വെറുതെ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടല്ലേ മോളെ എന്ന് പറഞ്ഞ് അവർ അലീനെ പറഞ്ഞു വിടാൻ നോക്കുകയാണ്. പക്ഷേ അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നും ഇങ്ങനെ ആ ഒരു സുഖ സൗകര്യങ്ങളിലോട്ടൊന്നും ജീവിച്ച് പോകുന്നതിനോട് അലീനയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തൊരു പെൺകുട്ടിയായിട്ടോ. എന്ത് ചെയ്യണമെന്നറിയില്ല. അലീനയ്ക്ക് ആകെ ബോറടിക്കുകയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട്, വീർപ്പ് മുട്ടൽ പോലെയുള്ളൊരവസ്ഥ. അത് കഴിഞ്ഞ് അലീന നമ്മുടെ ബാലചന്ദ്രനെ ഒന്ന് വിളിക്കുകയാണ്. കാരണം ബാലചന്ദ്രനെ വിളിച്ചിട്ട് നാളെ ഇന്നെന്തായാലും വീട്ടിലോട്ട് എത്തുമല്ലോ. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ അമ്മയായിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യത്തിനൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഉച്ചയോടുകൂടി എത്തണം കേട്ടോ. ബാലചന്ദ്രനെ കണ്ട വട തന്നെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും രോഹിതൊക്കെ ഓടി ചെല്ലാണ്. അച്ഛൻ വന്നോ? അലീന ചേച്ചി പോയല്ലേ, അലീന ചേച്ചി കൊണ്ടാക്കിയല്ലേ എന്നൊക്കെ 100 ചോദ്യങ്ങളാണ് 3 പേരും കൂടെ. അപ്പോൾ ബാലചന്ദ്രൻ പോയ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ 3 പേരോടും കൂടെ പറഞ്ഞു. അപ്പം രോഹിത് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു അച്ഛൻ ചിലപ്പം രാവിലെ അലീന ചേച്ചിയും കൂടെ കൂട്ടിക്കൊണ്ടെങ്കിൽ വരുമായിരിക്കുന്നു. ഒരുപക്ഷെ അലീന ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അച്ഛാ എന്നൊക്കെ ചോദിക്കണേ. നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ ഇവിടെ നിന്ന് പോയത്, അവൾ തന്നെ സ്വന്തമായ ഒരു തീരുമാനം എടുത്തല്ലേ രോഹി ഇവിടെ നിന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ അവരെല്ലാവരും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ നേരെ മേളിലോട്ട് കയറാനായിട്ട് പോവാണ്. ആ സമയത്താണ് നമ്മുടെ താരം വൈജയന്തി ലാൻഡ് ചെയ്യണ്. വൈജയന്തി മീൻസ് റൂമിൽ നിന്ന് വെളിയിലോട്ട് വരെയാണ്. ബാലചന്ദ്രനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. അതെ
ലക്ഷങ്ങളാണ് മുടക്കിയിരിക്കുന്നത് ഒരു വീട്ടുജോലിക്കാരിയെ യാത്രയയപ്പിന് വേണ്ടിയിട്ട്. എന്ത് ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ മുന്നോട്ട് വെച്ച ബാലചന്ദ്രൻ കാലുകൾ പിന്നോട്ടെടുക്കണ്. മൂവരും മുഖാമുഖം നോക്കിയാണ്. ആരൊക്കെ? രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാവരും. കാരണം എന്തായാലും ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. കുറച്ച് സ്റ്റെപ്പേ കയറിയിട്ടുള്ളൂ. കാരണം വൈജയന്തിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കണമല്ലോ. ഒരൊറ്റ കീറ മുഖത്തിട്ട് കൊടുക്കണമെന്ന് ബാലചന്ദ്രൻ വിചാരിച്ചു. പക്ഷേ സമാധാനത്തോടെ പിടിച്ചു നിർത്തി. കാരണം അലീനയ്ക്ക് വാക്ക് കൊടുത്തതാണ്. എനിക്ക് ഈ നിമിഷം വേണമെങ്കിൽ എവളെ മുഖത്ത് നോക്കി പറയാം, എടി നീ പെറ്റ മോക്കാടി ഞാൻ ഈ ലക്ഷങ്ങൾ വാരി മുടക്കിയതെന്ന് എനിക്ക് പറയാം. പക്ഷെ അതോടുകൂടി എവളെ പത്തി തരും. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, കുറേ ദിവസങ്ങളായി ഈ ഭാരം മനസ്സിൽ ചുമന്നുകൊണ്ട് ഈ ബാലചന്ദ്രൻ നടക്കണു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ മഴതോരും മുമ്പേ പരമ്പര ഇനി ഏത് റൂട്ടിലോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇനിയിപ്പം ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുമോ, അതോ ഈ സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുമോ? അലീന ആരാണ് എന്ന ആ ഞെട്ടിക്കുന്ന സത്യം, താൻ 22 വർഷങ്ങൾക്ക് മുന്നേ നൊന്ത് പ്രസവിച്ച മകളാണ് അലീന എന്ന സത്യം ബാലചന്ദ്രൻ പറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം 6 മണിക്ക് വൈകിട്ട് സാന്ത്വനം 2 നാളത്തെ പ്രൊമോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.